Hello students, next നമുക്ക് രണ്ട് theorems ആണ്. അതിലെ first theorem, let S be a finite set of vectors in a finite dimensional vector space V. ഈ first point പറയുന്നത് ഇതാണ്. If S finite dimensional vector space എന്ന് പറഞ്ഞാൽ എന്താ, dimension ഒരു finite number ആണ്, അതായത് ബേസിസിനകത്ത് finite number of ആൾക്കാരെ ഉള്ളൂ. അതിനകത്തൊരു finite set ആണ് S. അപ്പോൾ first point പറയുന്നത് ഇതാണ്. If S spans V but is not a basis for V, then S can be reduced to a basis for V by removing appropriate vectors from S. അപ്പോൾ V ഒരു finite dimensional vector space ആണ്, അതിനകത്ത് ഒരു finite set ആണ് set S. അങ്ങനെയാണ് എങ്കിൽ S അത് മാത്രമല്ല S V യെ സ്പാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എസ് വിയുടെ ഒരു ബേസിസ് അല്ലെങ്കിൽ എസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ റിമൂവ് ചെയ്ത് എസ്സിനെ ഒരു ബേസിസ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇഫ് എസ് ഈസ് ലിനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് ഓൾറെഡി എ ബേസിസ് ഫോർ വി. ഇനി രണ്ടാമതായിട്ട് പറയുന്നു, എസ് ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ എസ് വിയുടെ ഒരു ബേസിസ് അല്ല എങ്കിൽ then S can be enlarged to a basis for V by inserting appropriate vectors into S. S linearly independent ആണ്, പക്ഷെ S ബേസിസ് അല്ല എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക, S V യെ സ്പാൻ ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ എസ്സിലേക്ക് കുറച്ച് വെക്ടേഴ്സിനെയും കൂടി ആഡ് ചെയ്ത് S can be enlarged to a basis for V by inserting appropriate vectors into S. കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്ത് അതിനെ നമുക്ക് ബേസിസ് ഫോർ വി, അതായത് സ്പാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ബേസിസ് ആക്കി മാറ്റാനായിട്ട് പറ്റും എന്നാണ് രണ്ടാമത്തെ പാർട്ട് പറയുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചിരിക്കുക. അടുത്ത തിയറം, if W is a finite dimensional vector space V, then W is finite dimensional. W is a subspace of a finite dimensional vector space V. സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വെക്ടർ സ്പേസിന്റെ ഉള്ളിലുള്ള ചെറിയ വെക്ടർ സ്പേസിനെയാണ് നമ്മൾ സബ്സ്പേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ് അല്ലെ സബ്സ്പേസിനൊക്കെ. അപ്പോൾ ഒരു വെക്ടർ സ്പേസിന്റെ ഉള്ളിലുള്ള ചെറിയ വെക്ടർ സ്പേസിനെയാണ് നമ്മൾ അതിന്റെ സബ്സ്പേസ് എന്ന് പറയുന്നത്. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഉള്ളിലാണ് ഡബ്ല്യു എന്ന് പറയുന്ന സബ്സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടും വെക്ടർ സ്പേസുകൾ തന്നെയാണ്. വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസും ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇഫ് വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ദെൻ ദ സബ്സ്പേസ് ഡബ്ല്യു ഈസ് ഓൾസോ ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. രണ്ടാമത്തെ കാര്യം, dimension of W is less than or equal to dimension of V. വിയുടെ സബ്സ്പേസ് അല്ലേ W, അപ്പോൾ ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ വിയുടെ ഡയമെൻഷനേക്കാളും ലെസ്സോ ഈക്വലോ ആയിരിക്കും. കാരണം വി അല്ലേ വലിയ സ്പേസ്, ഡബ്ല്യു ചെറിയ സ്പേസ് ആണ്, ഉള്ളിലാണ്. അപ്പോൾ ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. മൂന്നാമത് പറയുന്ന കാര്യം ഇതാണ്, ഇതൊക്കെ പഠിക്കാട്ടോ ഓരോന്നും. ഡബ്ല്യു ഈക്വൽ ടു വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും ഈക്വൽ ആണ് എങ്കിൽ, ഡയമെൻഷൻസ് ഈക്വൽ ആണ് എങ്കിൽ ഡബ്ല്യുവും വിയും ഈക്വൽ ആയിരിക്കും. അതായത് സബ്സ്പേസും ഒരു സ്പേസ്, ഒരു വെക്ടർ സ്പേസ് അതിന്റെ തന്നെ സബ്സ്പേസ് ആണല്ലോ, അത് ഇറ്റ്സെൽഫ് ഒരു സബ്സ്പേസ് ആണ്. ഇപ്പൊ നമ്മൾ സെറ്റ് പഠിക്കുമ്പോൾ പഠിക്കില്ലേ, ആ സെറ്റ് ഇറ്റ്സെൽഫ് അതിന്റെ സബ്സെറ്റ് ആണ്, അത് അതിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ അതുപോലെ ആ ഡബ്ല്യു ഈക്വൽ ടു വി ആയിരിക്കും. അതായത് ഡയമെൻഷൻസ് സെയിം ആണ് എങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു വി ആയിരിക്കും. ആ സബ്സ്പേസ് ആ സെറ്റ് ആ വെക്ടർ സ്പേസ് തന്നെയായിരിക്കും. 3 പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പം അത് 3ഉം പഠിക്കാം. ഓക്കെ, അപ്പം അതിൽ പ്രൂഫ് ഓഫ് ബിയുടെ പ്രൂഫ് പറയുന്നുണ്ട്. അതായത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നുള്ളത്. അത് മാത്രം ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷനിലാണെന്ന് പാർട്ട് എയിൽ പറയുന്നുണ്ട്. വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് എങ്കിൽ ഡബ്ല്യു ഈസ് ഓൾസോ ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷനിൽ നിന്ന് പാർട്ട് എയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ബേസിസ് W1, W2 എക്സെട്ര WM എന്നെടുക്കാം. ഐദർ S is also a basis for V or it is not. നമ്മൾ ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണ് W1, W2 എക്സെട്ര WM എന്നെടുത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ വിയുടെ വെക്ടർ സ്പേസ് ആവാം, ബേസിസ് ആവാം, അല്ലെങ്കിൽ ആയിരിക്കില്ല.
If so, then diam V is equal to M. ഇപ്പോൾ ഈ ബേസിസ് തന്നെയാണ് വിയുടെ ബേസിസ് എന്ന് വിചാരിക്കുക. ഡബ്ല്യുവിൻ്റെ ബേസിസ് തന്നെയാണ് വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എങ്കിൽ ഡയമെൻഷൻ ഓഫ് വി എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി എം ആയിരിക്കും. കാരണം ഇവിടെ എം എലമെന്റ്സ് അല്ലേ ഉണ്ടാവുക. which means that dimension of V is equal to dimension of W. അപ്പോൾ ആ സിറ്റുവേഷനിൽ dimension of V യും dimension of W യും സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് ഈ എസ് എന്ന് പറയുന്നത് വിയുടെ ബേസിസ് അല്ല എന്ന് വിചാരിക്കാം. ഇഫ് നോട്ട്, then because S is a linearly independent set, it can be enlarged to a basis of V by part B of above theorem. above theoremത്തിന്റെ പാർട്ട് ബി യൂസ് ചെയ്ത് എസിന് നമുക്ക്, എസ് ഒരു linearly independent സെറ്റ് ആണല്ലോ ബേസിസ് ആയതുകൊണ്ട്, എസിന് നമുക്ക് കുറച്ച് എലമെന്റ്സിനെ ആഡ് ചെയ്ത് എൻലാർജ് ചെയ്ത് വിയുടെ ഒരു ബേസിസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. But this implies that dimension of W less than dimension of V. അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആണ് dimension of W ചെറുതും dimension of V വലുതുമാണെന്ന്. ഒന്നിലോ ഈക്വൽ ആവും, അല്ലെങ്കിൽ dimension of W is less than dimension of V എന്നുള്ള കേസ് കിട്ടും. In either case, dimension of W is less than or equal to dimension of V. ഓക്കെ. അതുപോലെ പാർട്ട് സിയുടെ പ്രൂഫ് വരുന്നത് W ഈക്വൽ ടു വി എന്നുള്ളതാണ്. അസ്യൂം ദാറ്റ് ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി, രണ്ടും സെയിം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എസ് ഈക്വൽ ടു W1, W2 എക്സെട്ര WM ഈസ് എ ബേസിസ് ഫോർ W എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇഫ് എസ് ഈസ് not also a basis for V, then being linearly independent set S can be extended to a basis for V by part B of above theorem. അപ്പോൾ എസ് ഡബ്ല്യുവിൻ്റെ ബേസിസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വിയുടെ ബേസിസ് അല്ല എങ്കിൽ എസിലേക്ക് നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് എൻലാർജ് ചെയ്ത് വിയുടെ ഒരു ബേസിസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ദിസ് വുഡ് മീൻ ദാറ്റ് ഡയമെൻഷൻ ഓഫ് വി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു, വിച്ച് കോൺട്രഡിക്ട്സ് അവർ ഹൈപ്പോത്തസിസ്. അപ്പം അങ്ങനെ എൻലാർജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഡയമെൻഷൻ ഓഫ് വി വലുതും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ചെറുതുമായിരിക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ്. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ഫോർ അവർ ഹൈപ്പോത്തസിസ്. സോ എസ് മസ്റ്റ് ഓൾസോ എ ബേസിസ് ഫോർ വി. അപ്പോൾ ഡബ്ല്യുവിൻ്റെ അതേ ബേസിസ് തന്നെയായിരിക്കും വിക്കും. അങ്ങനെയല്ല എന്നെടുത്തപ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോ രണ്ടിനും സെയിം ബേസിസ് ആണെങ്കിൽ രണ്ട് വെക്ടർ സ്പേസും സെയിം ആയിരിക്കും. ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ആയിരിക്കും. ദാറ്റ് ഈസ് ദ പ്രൂഫ്. അപ്പോൾ ഈ ഒരു പ്രൂഫ്, ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു പ്രൂഫ് നോട്ടിലേക്ക് എഴുതാം. ഓക്കെ.